കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നാടെങ്ങും പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട സമയമാണിപ്പോൾ. എങ്ങും എ പ്ലസ് തരംഗങ്ങളും ആഘോഷങ്ങളും സ്റ്റാറ്റസുകളും നിറഞ്ഞൊഴുകുകയാണ്. അത് ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ഉന്നത വിജയം കൈവരിക്കാൻ കഴിയാത്ത എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കൊച്ചു കഥ ഞാൻ സമർപ്പിക്കട്ടെ. 1847 അമേരിക്കയിലെ മിലാനയിലാണ് കൊച്ചു പയ്യന്റെ ജനനം. അവന്റെ അമ്മയും അച്ഛനും അവനെ 8ാം വയസ്സിൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് അവന്റെ അമ്മയെ തേടി വന്നു. ആ കത്ത് കണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ഒന്ന് മുഖം ചൊളിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അമ്മ അത് വായിക്കുകയുണ്ടായി. നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമാനാണ്. അവനെ പഠിപ്പിക്കാനുള്ള അത്ര ബുദ്ധി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിച്ചു. അങ്ങനെ അവൻ വളരെയധികം ക്യൂരിയോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അവനോട് ഒരു ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു. കാരണം നാട്ടിലെ ഓരോ കാര്യത്തിൽ അവനെ ഇടപെടുന്നതും അവൻ്റെ ബുദ്ധിയൊക്കെ കണ്ട ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വീട്ടിൽ ഇതിനെ തുടർന്ന് വഴക്കുകൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ പണിശാല നശിപ്പിച്ചു. ഈ ദേശത്തിൽ അദ്ദേഹം അവിടെ നിന്ന് നാടുവിട്ടു. നാടുവിട്ടതിന് ശേഷം അമ്മയുടെ മരണശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. അദ്ദേഹം തിരിച്ചെത്തി വീട്ടിലേക്ക് തുറന്ന് തൻ്റെ പണിശാലയിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ നിന്ന് കണ്ട ചെറിയൊരു പേപ്പർ അത് അദ്ദേഹം എടുത്ത് വായിച്ചു നോക്കി. അതിൽ ഇപ്രകാരമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്: നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്തവനാണ്, തലതെറിച്ച് ബുദ്ധിയുള്ളവനാണ്, അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇത് കേട്ട് അദ്ദേഹം കുറേ സമയം വാവിട്ട് കഴിഞ്ഞു. കാരണം പണ്ട് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത ആ കത്തായിരുന്നു അദ്ദേഹത്തിനെ വളരെയധികം അത് വിഷമിപ്പിച്ചു. അദ്ദേഹം ശേഷം ഒരു ഡയറി എടുത്ത് അതിൽ ഇപ്രകാരം കുറിച്ചു: എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ നേട്ടത്തിലും വലുത്, എൻ്റെ അമ്മ തന്നെയാണ് ധീരവനിത. അതിനുശേഷം അദ്ദേഹം അതിന് താഴെ എഴുതിയൊരു പേരുണ്ട്: തോമസ് ആൽവ എഡിസൺ. അതേ കൂട്ടുകാരൻ, നമ്മുടെ മുകളിൽ പ്രകാശിക്കുന്ന ബൾബും അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡറുകളും എന്ന് തുടങ്ങിയ ഒട്ടുമിക്ക സംഭവങ്ങളും ലോകത്തിന് സമ്മാനിച്ച തോമസ് ആൽവ എഡിസന്റെ ജീവിത ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്.